മുക്കം മിനി സിവിൽ സ്റ്റേഷനിൽ കുടിവെള്ളമില്ലാതായി ഒരാഴ്ച പിന്നിട്ടതോടെ ജീവനക്കാർ ദുരിതത്തിൽ. കേടായ മോട്ടോർ മാറ്റി സ്ഥാപിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. സംഭവത്തിൽ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ രംഗത്തെത്തി. മുക്കം മിനി സിവിൽ സ്റ്റേഷനിൽ വെള്ളമില്ലാതായി ഒരാഴ്ച കഴിഞ്ഞിട്ടും പ്രശ്നത്തിന് പരിഹാരമായില്ല. കേടായ മോട്ടോറിന് പകരം പുതിയ മോട്ടോർ നൽകാമെന്ന് അധികൃതർ അറിയിച്ചെങ്കിലും നിലവിലുള്ള കുഴൽക്കിണർ വൃത്തിയാക്കിയാലേ പുതിയ മോട്ടോർ ഇറക്കാൻ സാധിക്കൂ. എന്നാൽ ഇതിനുള്ള തുക അനുവദിക്കാൻ അധികൃതർ തയ്യാറാവാത്തതിനെ തുടർന്ന് സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാർ തന്നെ സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്തിരിക്കുകയാണ്. കുഴൽക്കിണർ വൃത്തിയാക്കുന്ന ജോലികൾക്കായി 7000-ലധികം രൂപയാണ് ഓഫീസുകളിലെ സ്റ്റാഫുകൾക്ക് ചെലവഴിക്കേണ്ടി വരുന്നത്. മോട്ടോർ കേടായതിനെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി സിവിൽ സ്റ്റേഷനിൽ വെള്ളം പൂർണ്ണമായും മുടങ്ങിയിരിക്കുകയാണ്. അറ്റകുറ്റപ്പണികൾ വൈകുന്നതിനാൽ ഓഫീസിലെ ജീവനക്കാരും വിവിധ ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തുന്ന നൂറുകണക്കിന് ജനങ്ങളും കുടിവെള്ളത്തിനും പ്രാഥമിക ആവശ്യങ്ങൾക്കും വകയില്ലാതെ കടുത്ത ദുരിതത്തിലാണ്. സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാർ തൊട്ടടുത്തുള്ള ഫയർഫോഴ്സ് ഓഫീസിലെ ശുചിമുറികളെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ ദൂരസ്ഥലങ്ങളിൽ നിന്നും മറ്റും എത്തുന്ന പൊതുജനങ്ങൾ എങ്ങോട്ട് പോകണമെന്നറിയാതെ വലയുകയാണ്. സ്ത്രീകളും പ്രായമായവരും അടക്കമുള്ളവരാണ് വെള്ളമില്ലാതെ വലയുന്നത്. സംഭവത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തി. മുക്കം സിവിൽ സ്റ്റേഷനിൽ നിരവധി ജനങ്ങളാണ് ആശ്രയിക്കുന്നത്. നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകൾ ഈ സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ട്രഷറിയിൽ പണം വാങ്ങാൻ വരുന്നത് മഹാഭൂരിപക്ഷം വരുന്നതും പ്രായമുള്ള ആളുകളാണ്. അപ്പം വെള്ളമില്ലാത്തതിൻ്റെ പ്രയാസം ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ പോലും ഇവിടെ വരുന്ന ജനങ്ങൾക്ക് സാധിക്കുന്നില്ല. അവർ ഇത്തരം പ്രാഥമികമായ കർമ്മങ്ങളെല്ലാം ചെയ്യാൻ തൊട്ടടുത്തുള്ള ഫയർ സ്റ്റേഷനാണ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ഒരാഴ്ചയായി, 1-2 ദിവസമല്ല, ഒരാഴ്ചയായി ഇതുവരെ ആവശ്യമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനോ ബന്ധപ്പെട്ട അധികാരികൾക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ഡിവൈഎഫ്ഐക്ക് ആവശ്യപ്പെടാനുള്ളത് അടിയന്തരമായി കൊണ്ട് ഈ വിഷയത്തിൽ പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവണമെന്നാണ് ഡിവൈഎഫ്ഐക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. ഇല്ലാത്ത പക്ഷം ഞങ്ങൾ ശക്തമായിട്ടുള്ള പ്രക്ഷോഭ സമരങ്ങളുമായി മുന്നോട്ട് പോകും. സർക്കാർ സ്ഥാപനങ്ങളിലെ അടിസ്ഥാന ആവശ്യത്തിനു വേണ്ടി ജീവനക്കാർക്ക് പിരിവെടിക്കേണ്ടി വന്ന സാഹചര്യം ഭരണകൂടത്തിന് തന്നെ നാണക്കേടാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ജീവനക്കാർ പണം പിരിച്ച് കിണർ വൃത്തിയാക്കുന്ന പണികൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇനിയും ദിവസങ്ങൾ കഴിഞ്ഞാലേ ഇവിടെ വെള്ളം പൂർണ്ണതോതിൽ ലഭ്യമാവും. CTV പ്രാദേശിക വാർത്ത, മുക്കം.